കുട്ടികളെ പോയി കൊണ്ടുവരണം ചേച്ചി. അവരുടെ കളിയും ചിരിയൊക്കെ ഈ വീട്ടിൽ നിറയണം. എന്നാലേ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സങ്കടങ്ങൾക്കൊക്കെ ഒരു അയവ് വരും. അവര് കുട്ടികളെ വിട്ടു തരില്ലേ? മക്കൾക്ക് വേണ്ടി തല്ലു പിടിക്കണ്ടല്ലോ എന്ന് കരുതിയാ അവരെ അവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ നിവർത്തിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? മക്കളോട് അവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നെ കാണാതെ അവരൊരു 1-2 ദിവസമൊക്കെ നിൽക്കുമായിരിക്കും. പിന്നെ അവർ വഴക്കുണ്ടാക്കും. നാളെ പോയി കുട്ടികളെ കൊണ്ടുപോവാ ചേച്ചി. അവരിവിടെ നിൽക്കട്ടെ. അവർക്കും അത് തന്നെ ആയിരിക്കും ഇഷ്ടം. എന്നാ പിന്നെ അവർക്കായി വിളമ്പിയത് ചേച്ചി കഴിക്കുക. അല്ല, ശിവൻ അവിടെ കണ്ടില്ലല്ലോ? ഞാനിവിടെ ഉണ്ട്. എന്നാ പിന്നെ റാണി എനിക്ക് വിളമ്പിക്കോ? ദേ വിളമ്പി വെച്ചേക്കോ. പക്ഷെ ശിവേട്ടനല്ല, ശാലിനി ചേച്ചിയുടെ മക്കൾക്കാണെന്ന് മാത്രം. അതിന് അവരിവിടെ ഇല്ലല്ലോ. അത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നെ. ദേ ചേച്ചിയോട് നാളെ പോയി പപ്പയും സത്യം കൊണ്ടുവരാൻ പറയായിരുന്നു. ദേ ചേച്ചി അവരിവിടെ ഇല്ലെന്ന് ഓർക്കാതെ അവർക്ക് വരെ വിളമ്പി വെച്ചു. നാളെ രാവിലെ നമുക്ക് ഒന്നുകൂടെ ചെന്ന് സത്യാമ്മയോട് പറഞ്ഞു നോക്കാം. ശാലിനിയും വാ. കുട്ടികൾ എന്തായാലും പോരാൻ തയ്യാറായി നിൽക്കുകയായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോരുന്നേ. എന്തായാലും നാളെ നോക്കാം. എന്താ നീ കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണ്ട ഏട്ടാ, വിശപ്പില്ലാഞ്ഞിട്ട്. ചന്ദ്രയുടെ കഴിപ്പൊക്കെ ഇപ്പൊ ഇങ്ങനെയാ. ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരിക്കും. അത് നമ്മളെ സമാധാനിപ്പിക്കാൻ. പ്രകാശിനെ വണ്ടി ഇടിപ്പിച്ച ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങി. അച്ഛനാണ് ചെയ്യിപ്പിച്ചെന്നാ അവൻ മൊഴി കൊടുത്തിരിക്കുന്നേ. സത്യമോളെ, സത്യമോളെ, സത്യമോളെ. എന്താ എന്താ അച്ഛാ? എഴുന്നേക്ക്, പതുക്കെ പതുക്കെ. എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. പപ്പി, പപ്പി, പപ്പിമോളെ, പപ്പിമോളെ. എന്താ? എഴുന്നേക്ക്, എഴുന്നേക്ക്, വാ, 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 വാ. പതി, 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 പതി. ഇങ്ങോട്ട് വാ. മിണ്ടല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ മോളെ.